രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി വേദി പങ്കിട്ടതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വിശദീകരണം. രാഹുലിനെ ശിക്ഷിക്കുകയോ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു. രാഹുലിനെതിരെ ഇടത് യുവജന സംഘടനകൾ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇടത് യുവജന സംഘടനകൾ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് മന്ത്രിമാർ MLA-ക്കൊപ്പം വേദി പങ്കിട്ടത്. സംഭവം വിവാദമായതോടെയാണ് മന്ത്രി ശിവൻകുട്ടി വിശദീകരണവുമായി എത്തിയത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയെ ഒഴിവാക്കി നിർത്തുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങളുടെ നിലപാടെന്ന് ശിവൻകുട്ടി. സംഘടനാ സമിതി രൂപീകരണ യോഗത്തിൽ അദ്ദേഹത്തിന് MLA എന്നുള്ള നിലയിൽ അയാളെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, അയാളെ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്? സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം വേദി പങ്കിട്ടത്. മന്ത്രി MP രാജേഷ്, CPM MLA-മാർ അടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ വേദിയിലെത്തിയപ്പോൾ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാർ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അതിനിടെ ഇന്ന് വന്ദേഭാരത് എക്സ്പ്രസിന് പാലക്കാട് നൽകിയ സ്വീകരണ പരിപാടിയും BJP ബഹിഷ്കരിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരിപാടിയിൽ പങ്കെടുക്കുന്ന പശ്ചാത്തലത്തിലാണ് പരിപാടി ബഹിഷ്കരിച്ചതെന്നാണ് BJP വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.